ചില നിർഭാഗ്യ ജാതകങ്ങളുണ്ട്. ഭാഗ്യം പെട്ടെന്ന് കൈവഴുതി പോകുന്ന ജാതകങ്ങൾ. അങ്ങനെ ഒരു നിർഭാഗ്യ ജാതകത്തിൽപ്പെട്ട നടിയായിരുന്നു ജയരേഖ. ജയരേഖയെ പഴയകാല പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നത് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത വഴിയോര കാഴ്ചകൾ എന്ന ചിത്രമാണ്. വഴിയോര കാഴ്ചകളിൽ മോഹൻലാലിൻ്റെ നായികയായിരുന്നു അവർ. വഴിതെറ്റിപ്പോകുന്ന ഭാര്യയുടെ വേഷമാണ് ഈ ചിത്രത്തിൽ അവർ അവതരിപ്പിച്ചത്. ലളിത എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേര്. സ്നേഹിച്ച കുറ്റത്തിന് എന്ന ചിത്രത്തിലാണ് അവർ ആദ്യമായി അഭിനയിച്ചത്. ആ ചിത്രവും ഹിറ്റായി. പിന്നീട് ഐസ്ക്രീം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഐസ്ക്രീമും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ്. ഭരത് ഗോപിയും മമ്മൂട്ടിയും ഒക്കെ അണിനിരന്ന ചിത്രം. അതിൽ മനോനില തെറ്റിയ യുവതിയായാണ് അവർ അഭിനയിച്ചത്. പിന്നീട് വഴിയോര കാഴ്ചകൾ. അതിനുശേഷം വീണ്ടും ലിസ എന്ന ഹൊറർ ചിത്രം. വീണ്ടും ലിസയിൽ സരസ്വതി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. IV ശശി സംവിധാനം ചെയ്ത അക്ഷരത്തെറ്റ്, സുരേഷ് ഗോപി ചിത്രമായ അക്ഷരത്തെറ്റാണ് ജയരേഖയുടെ മറ്റൊരു ചിത്രം. ഇതും ഹിറ്റായിരുന്നു. സുരേഷ് ഗോപിയുടെ ആദ്യത്തെ സോളോ ഹിറ്റ് എന്ന് വേണമെങ്കിൽ അക്ഷരത്തെറ്റിനെ വിശേഷിപ്പിക്കാം. കുടുംബകഥ പറഞ്ഞ ഈ ചിത്രം 50 ദിവസമാണ് അന്ന് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. പിന്നീട് ജയരേഖയുടെ വഴി തെറ്റുന്നതാണ് കണ്ടത്. മിസ് പമീല അടക്കമുള്ള രതിചിത്രങ്ങളിൽ അവർ നായികയായി മാറി. വസ്ത്രം അവർക്ക് അലർജിയായി മാറി പിന്നീട് എന്ന് വേണമെങ്കിൽ പറയാം. മിസ് പമീല, മൈ ഡിയർ റോസി, രതിഭാവം, അവൾ ഒരു സിന്ധു, റോസ ഐ ലവ് യു, ആദിതാളം, കൗമാര സ്വപ്നങ്ങൾ, സ്ത്രീക്ക് വേണ്ടി സ്ത്രീ, ശങ്കരൻകുട്ടിക്ക് ഒരു പെണ്ണ് വേണം തുടങ്ങിയ സെക്സ് ചിത്രങ്ങളിൽ സെക്സ് ബോംബായി മാറി ജയരേഖ. ജയരേഖയുടെ അഭിനയ ജീവിതം പാളം തെറ്റിപ്പോയി. പിന്നീട് നല്ല ചിത്രങ്ങളിലൊന്നും അവർ അഭിനയിച്ചില്ല. അക്കാലത്ത് ആദ്യ പാപം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അഭിലാഷയുടെ നേതൃത്വത്തിൽ സെക്സ് തരംഗം കടന്നു വന്നു. സിൽക്ക് സ്മിത അടക്കമുള്ള നടിമാർ ഇതിൻ്റെ ഭാഗമായി മാറി. ലയനം അടക്കമുള്ള ചിത്രങ്ങൾ ഈ കാലത്താണ് ഉണ്ടാകുന്നത്. അഭിലാഷയും നിഷാനൂറും ഒക്കെ തിളങ്ങി നിന്ന കാലം. ജയലളിത അടക്കമുള്ള നടിമാർ തിളങ്ങി നിന്ന കാലം. ഈ കാലത്ത് മോഹൻലാലിൻ്റെ സൂപ്പർ നായിക തുണിയുരിഞ്ഞ് അഭിനയിക്കേണ്ട ഗതികേട് വന്നു. അവരുടെ അവരുടെ ഇമേജ് ശ്രദ്ധിച്ചില്ല. പണമുണ്ടാക്കാനുള്ള വെപ്രാളമായിരുന്നു ജയരേഖയ്ക്ക് എന്നാണ് തോന്നുന്നത്. ജയരേഖ ജനിച്ചത് തെലുങ്കിൽ, പച്ച പിടിച്ചത് മലയാളത്തിൽ. ജയരേഖയുടെ ചിത്രങ്ങളെല്ലാം ഡബ് ചെയ്ത് തെലുങ്ക് നാട്ടിലും മറ്റുമൊക്കെ ഉച്ചപ്പടങ്ങളായി ഓടി. എന്തായാലും ആന്ധ്രാപ്രദേശിൽ ജനിച്ച ജയലളിത മലയാളത്തമുള്ള പെൺകുട്ടിയായി കടന്നു വന്ന് പിന്നീട് സെക്സ് ബോംബായി മാറുകയായിരുന്നു. വല്ലാത്തൊരു വിധിയായിരുന്നു ജയരേഖയ്ക്ക് സംഭവിച്ചത്. ജയരേഖ നല്ല നടിയായിരുന്നു. അവരുടെ നടന വൈഭവം നമ്മൾ വഴിയോര കാഴ്ചകളിൽ കണ്ടു, വീണ്ടും ലിസയിൽ കണ്ടു. ആ നടന വൈഭവം അസാധ്യമായിരുന്നു. പക്ഷേ ജയരേഖയ്ക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചിത്രങ്ങളിൽ അഭിനയിക്കേണ്ടി വന്നു. ചിത്രങ്ങളിൽ അർദ്ധനഗ്നയായും പൂർണ്ണനഗ്നയായും ഒക്കെ അഭിനയിച്ചു ജയരേഖ. അതായിരുന്നു അവരുടെ വിധി. ജയരേഖയുണ്ടെങ്കിൽ ചിത്രങ്ങൾ കാണാൻ യുവ പ്രേക്ഷകർ ഇടിച്ചു കയറുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് അവർ ഉണ്ടാക്കി വെച്ചു. എന്തായാലും ചിത്രങ്ങളുടെ ചാകരക്കാലം കഴിഞ്ഞപ്പോൾ ജയരേഖ മടങ്ങിപ്പോയി. ഇപ്പോൾ ഏതോ തുരുത്തിൽ ജയരേഖ ജീവിക്കുന്നുണ്ടാകണം. പഴയ കാര്യങ്ങൾ ഓർക്കാൻ അവരൊരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു. കാരണം സിനിമ അവർക്ക് നല്ല അനുഭവമല്ല നൽകിയത്. സിനിമ അവർക്ക് പാളം തെറ്റിയോടിയ വണ്ടിയെ പോലെയായിരുന്നു. നല്ല ചിത്രങ്ങളിൽ അഭിനയിച്ച് സൂപ്പർ നായികയാകാൻ വേണ്ട സൗന്ദര്യം അവർക്ക് ഉണ്ടായിരുന്നു.
പക്ഷേ അവർക്ക് അഭിനയിക്കേണ്ടി വന്നതെല്ലാം ഈ ചിത്രങ്ങൾ. അതവർക്ക് വലിയ തിരിച്ചടിയായി മാറി കരിയർ.